എക്സ്പേർട്ട് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ രജിത് എൻ.കെയാണ്. അദ്ദേഹത്തോട് ഇന്ന് നടക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസക്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സർ, നിലവിൽ അലൈഡ് മെൻ്റൽ ഹെൽത്ത് ബില്ല് വരാൻ പോവാണല്ലോ. ഇതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? നിലവിൽ കുറേ വർഷങ്ങളായി സൈക്കോളജി മേഖല എന്ന് പറയുന്നത് ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന, എന്നാൽ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആണ്, സത്യത്തിൽ വ്യാജന്മാരില്ലാത്തൊരു മേഖലയാണ് സൈക്കോളജി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒറിജിനൽ ആരാണ് എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ആർക്കെല്ലാം ആണ് സൈക്കോളജി മേഖലയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതിനെ ക്ലിയർ കട്ടായി ഡിഫൈൻ ചെയ്യുന്ന ഒരു പുതിയ നിയമസംഹിത നമ്മളെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ഒരു അലൈഡ് ഹെൽത്ത് ബില്ലിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തെ, ഒരു രജിസ്ട്രേഷൻ നമ്പറോടുകൂടി അത്തരം മേഖലയിൽ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു ബില്ലോടുകൂടി ഇന്ത്യ മുഴുവൻ, അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ പോലും അത്തരത്തിലുള്ളൊരു സംവിധാനം ഇല്ലാതിരിക്കെ ഇന്ത്യ മുഴുവൻ അത്തരത്തിലുള്ളൊരു സംവിധാനം വരുന്നു എന്ന് പറയുന്നത് അഭിനന്ദനം അറിയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, RCI ലൈസൻസ് സൈക്കോളജിസ്റ്റിന് ആവശ്യമുള്ളതാണോ? ഈ ഒരു ചോദ്യം സത്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും ഒരു സംശയത്തിൻ്റെ നിഴൽ സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം ആയിട്ടാണ് ഞാൻ അതിനെ ആദ്യമായിട്ട് കാണുന്നത്. സൈക്കോളജിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സത്യത്തിൽ RCI ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല. ഞാനിത് പറയുമ്പോൾ ചിലരൊക്കെ അതെന്താണ് എന്നുള്ളൊരു ആകാംക്ഷയോ സംശയമോ ഒക്കെ പ്രകടിപ്പിച്ചേക്കാം. അതിനുള്ള ഉത്തരം RCI ആക്ടിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം RCI എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഗവൺമെൻറ് തലത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളതിൻ്റെ തന്നെ ഉദ്ദേശം, അവരുടെ ഒബ്ജക്റ്റീവ് RCI ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ മേഖലയിലുള്ള വ്യക്തികൾക്ക് നല്ല രൂപത്തിലുള്ള ചികിത്സാ രീതി ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ഒരുക്കുക. അതോടൊപ്പം തന്നെ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ റൈറ്റ്, അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളെ ഡിസൈൻ ചെയ്യുകയും അതിനുള്ളൊരു രജിസ്ട്രി രൂപപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് സത്യത്തിൽ ഒരു RCI ആക്ടിൻ്റെ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാനത് പറയുമ്പോൾ ഒന്നുകൂടി അടിവര ഇടുകയാണ്. റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളുകളെ ഒരു രജിസ്ട്രേഷൻ ആണ് RCI മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു രജിസ്ട്രേഷൻ അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അതിനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ RCIക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സൈക്കോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ മറ്റൊന്നാണ്. അതുകൊണ്ടാണല്ലോ അലൈഡ് ഹെൽത്ത് ബില്ലിനെ സംബന്ധിച്ച് രജിസ്ട്രിയെ പറ്റിയും സെൻട്രൽ ഗവൺമെൻറ് ആലോചിക്കേണ്ടി വന്നത്. RCI സൈക്കോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷന് സഫീഷ്യൻ്റ് ആയിരുന്നെങ്കിൽ മറ്റൊരു ബില്ലിൻ്റെയോ ആക്ടിൻ്റെയോ ആവശ്യം വരുന്നില്ല. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഉചിതമായ മറുപടി എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, RCI ലൈസൻസ് യഥാർത്ഥത്തിൽ സൈക്കോളജിസ്റ്റിന് ആവശ്യമുള്ളതാണോ? ഓക്കെ, തീർത്തും വിവാദപരമായ ചോദ്യങ്ങൾ തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം സൈക്കോളജിസ്റ്റും RCIക്കകത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ആളുകളെ റീഹാബിലിറ്റേഷൻ മേഖലയിൽ ബന്ധപ്പെടുന്ന അത്തരം ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ടാണ്
സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ RCAക്കകത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല, അതാവശ്യമാണ്. RCA അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ RCA സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട ആവശ്യമേ ഇല്ല. അവരുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചുള്ള രജിസ്ട്രേഷൻ സിസ്റ്റവുമായി അതിനനുസരിച്ചുള്ള കോഴ്സുകളുടെ ഡെവലപ്മെൻറ്റുമായി അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയേണ്ടത്. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ അല്ല RCA, റിഹാബിലിറ്റേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് എന്ന് ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കാൻ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് RCA അവരുടെ ആവശ്യത്തിന് വേണ്ടി സൈക്കോളജിസ്റ്റുകളെ ഹയർ ചെയ്യാണ്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെ തൽക്കാലത്തേക്ക് കടമെടുക്കുകയാണ് എന്നാണോ? തീർച്ചയായിട്ടും റിഹാബിലിറ്റേഷൻ മേഖലയിൽ ക്ലിനിക്കൽ സൈക്കോളജിയുടെ നല്ല ശതമാനം ആളുകൾ ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ചോദ്യം, മനഃശാസ്ത്ര ചികിത്സാ രംഗം മെച്ചപ്പെടുത്താൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് സാറിന് തോന്നുന്ന കാര്യം? ഞാൻ അവസാനമായി ഒരു കാര്യം അറിയാനുള്ളത്, മനഃശാസ്ത്ര മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതിൽ സാറിൻ്റെ നിലപാടുകൾ എന്താണ്? ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അല്ല പല കൗൺസിലിംഗ് സെൻറ്റേഴ്സും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ എത്ര ആളുകൾ ഇത്തരം കൗൺസിലിംഗ് മേഖലയിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളതിൻ്റെയോ അവരൊക്കെ എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിനോ സംബന്ധിച്ച് വ്യക്തമായൊരു കണക്ക് സർക്കാർ തലത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ മെച്ചപ്പെടുത്താൻ, മാനസിക ആരോഗ്യ രംഗത്തെ മെച്ചപ്പെടുത്താൻ, പൊതുജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഇത്തരം മേഖലകളിലുള്ള വ്യാജന്മാരെ തിരിച്ചറിയാനുള്ളൊരു സംവിധാനം, അതുമായി ബന്ധപ്പെട്ടൊരു പഠനം അല്ലെങ്കിൽ അന്വേഷണം ഗവൺമെൻറ് തലത്തിൽ കേരളത്തിലുടനീളം അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമതായി, നമുക്ക് സത്യത്തിൽ ഇപ്പോഴും ഒരു എത്തിക്കൽ കോഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട്, മനഃശാസ്ത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേരളത്തിൽ രൂപപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ്, മനഃശാസ്ത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മൾ ഇനിയെങ്കിലും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അലൈഡ് ഹെൽത്ത് ബില്ല് വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് പരിഹരിക്കപ്പെടും. എന്നിരുന്നാലും ഒരു മോണിറ്ററിംഗ് ഏജൻസി എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ സ്റ്റേറ്റ് ലെവൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അക്കാദമിക് തലത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഒരു പ്രൊഫഷണലിസം എന്നുള്ള അർത്ഥത്തിലേക്ക് സൈക്കോളജിയെ, എന്ന് പറഞ്ഞാൽ ഒരു MBBS കഴിഞ്ഞ് പുറത്തിറങ്ങി ചികിത്സാ രംഗത്തേക്ക് ആളുകൾ പോകുന്ന പോലെ ഒരു 3-4 വർഷത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു ഗ്രാജുവേഷൻ ലെവൽ കഴിഞ്ഞാൽ തന്നെ അവരിലേക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് നമുക്ക് കോഴ്സിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ ഇത് വീക്ഷിക്കുന്ന അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കും കൂടി ഒരു ചോദ്യം മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാനത് പറയുന്നത് WHO പോലും കണക്കനുസരിച്ച് ആവശ്യത്തിനുള്ള പ്രൊഫഷണൽസ് ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലേക്ക് നമ്മൾ കോഴ്സ് പരിഷ്കരണം കാലഘട്ടത്തിന് അനിവാര്യമായ തരത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഗവൺമെൻറ് തലത്തിലും അക്കാദമിക തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ തന്നെ ഒരു പുതിയ വഴി വെട്ടിത്തുറക്കേണ്ടതുണ്ട്. അതിനുള്ള കാലം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചത് പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഡോക്ടർ രജിത് എൻകെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂല്യമായ കുറച്ച് സമയങ്ങളാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ, ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് പലതും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. താങ്ക് യു.